Coordinate vector, let B be the finite dimensional vector space B equal to set E1, E2, etc. En, an ordered set which is basis for B, then every V belongs to V can be expressed as a linear combination of alpha 1 E1 plus alpha 2 E2 plus alpha n plus etc. alpha n En. Then the scalars alpha 1, alpha 2, etc. alpha n are called coordinates of V related to B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ബിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിനോട്ട് ചെയ്യും. ദെൻ ദ കമ്പോണൻറ്റ് കോർഡിനേറ്റ്സ് ആർ കമ്പോണൻറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ കോർഡിനേറ്റ് വെക്റ്ററിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ 2 പ്രോബ്ലമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി ഈക്വൽ ടു സെറ്റ് 1 1 1 1 0 1 0 0 ബിലോങ്സ് ടു ആർ ക്യൂബ് വെൻ ബി ഈക്വൽ ടു 4 - 3 2. ഓക്കെ, അപ്പം നമ്മൾ ഈ ബേസ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട് ആർ ക്യൂബിൽ, അതിൽ വിയും തന്നിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്ത് വിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബിയുമായിട്ട് റിലേറ്റ് ആവുന്ന കോർഡിനേറ്റ് വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ലെറ്റ് V1 ഈക്വൽ ടു, നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യുക. V1 ഈക്വൽ ടു 1 1 1, V2 ഈക്വൽ ടു 1 1 0, V3 ഈക്വൽ ടു 1 0 0. ഓക്കെ, ലെറ്റ് വി ഈക്വൽ ടു, നമുക്ക് വിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബേസിസ് കോർഡിനേറ്റ് വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ഈക്വൽ ടു ആൽഫ V1 പ്ലസ് ആൽഫ V2 പ്ലസ് ആൽഫ V3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വി നമുക്ക് തന്നിരിക്കുന്നത് 4 - 3 2 ആണ്. സോ ഈക്വൽ ടു ആൽഫ ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ V1 V2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ കോർഡിനേറ്റ് 4 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് ഗാമ ഇൻറ്റു 1. അപ്പം എന്തോ കിട്ടും? 4 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് കിട്ടും. നെക്സ്റ്റ് -3 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -3 ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പം -3 എന്തെന്ന് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ഇനി 2 എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 2 ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു 0 പ്ലസ് ഗാമ ഇൻറ്റു 0. ഓക്കെ, അപ്പോൾ 2 ഈക്വൽ ടു എന്തോ കിട്ടും? ആൽഫ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടിയില്ല, ആൽഫ എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ആൽഫ 2 എന്നുള്ളത് ഏത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക? സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പം -3 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫയ്ക്ക് എന്തോ -3 ഈക്വൽ ടു ആൽഫയ്ക്ക് 2 അപ്ലൈ ചെയ്യുക, 2 പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു എന്തോ കിട്ടും? -3 2 അപ്പുറം കൊണ്ടുപോകുമ്പോൾ -2 ഈക്വൽ ടു എന്തോ കിട്ടും? -5 എന്ന് കിട്ടും. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ബീറ്റ കിട്ടി. ഇനി നമുക്ക് ഗാമ കണ്ടുപിടിക്കാനായിട്ട് ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എവിടെ അപ്ലൈ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -5 പ്ലസ് ഗാമ. ഓക്കെ, അപ്പോൾ 4 ഈക്വൽ ടു 2 - 5 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് ഗാമ, ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു എന്തോ കിട്ടും? ഗാമ 4 -3 പരം വരുമ്പോൾ +3, അപ്പോൾ 4 + 3 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ വി ബിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? വിയെ റിലേറ്റ് ചെയ്ത ബേസിസിനെ നമ്മൾ കോർഡിനേറ്റ് വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 2 ആൽഫ ബീറ്റ ഗാമ എന്നല്ലേ? ആൽഫ എന്ന് പറയുന്നത് 2ഉം ബീറ്റ എന്ന് പറഞ്ഞാൽ -5ഉം ഗാമ എന്ന് പറയുന്നത് 7. ഇങ്ങനെയാണ് നമ്മൾ എന്തോ കണ്ടുപിടിക്കുന്നത്? ബേസിസിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ബേസിസ് B1 ഈക്വൽ ടു 1 1 1 0 2 3 0 2 -1. എഗെയിൻ ഒരു ബേസിസ് തന്നിട്ടുണ്ട്. B2 ഈക്വൽ ടു സെറ്റ് 1 1 0 1 -1 0 0 0 1 ബിലോങ്സ് ടു ആർ ക്യൂബ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി. വിയുടെ കോർഡിനേറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. അപ്പം B1ൻ്റെയും B2ൻ്റെയും സെപ്പറേറ്റ് നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കണം. അപ്പോൾ V1 കണ്ടുപിടിക്കണം, V2 കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് V1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ B1ൽ V1 V2 V3 എഴുതുക. ഇതെന്ന് പറയുന്നത് V1, ഇത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ V2, ഇതെന്ന് പറയുന്നത് V3. അത് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണ്? വി ഈക്വൽ ടു ആൽഫ 1. അപ്പം ഞാൻ 2 ആയതുകൊണ്ട് V1 ആയതുകൊണ്ട് V1 ഈക്വൽ ടു എന്ന് ഞാൻ ഇക്വേഷൻ കൊടുക്കുന്നു കേട്ടോ. V1 ഈക്വൽ ടു ആൽഫ 1 V1 പ്ലസ് ബീറ്റ 1 V2 പ്ലസ് ഗാമ 1 V3. ഓക്കെ, അപ്പോൾ അവിടുത്തെ വെക്ടർ V എന്ന് പറയുന്നത് 3 5 -2 ആണ്. 3 5 -2 ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു V1 എന്ന് പറഞ്ഞ് 1 1 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു V2 എന്ന് പറഞ്ഞ് 0 2 -3 ഗാമ 1 ഇൻറ്റു 0 -2 3. ഓക്കെ, നേരത്തെ പോലെ തന്നെ കോർഡിനേറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. 3 ഈക്വൽ ടു എന്തോ ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞ് 0 പ്ലസ് ഗാമ 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞ് 0. അപ്പോൾ 3 ഈക്വൽ ടു ആൽഫ 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ 5 എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? ആൽഫ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ ആൽഫ 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 2 ബീറ്റ 1 പ്ലസ് ഗാമ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞ്
2 ഗാമ 1. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്തോ കിട്ടി? 5 ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ബീറ്റ 1 പ്ലസ് ഗാമ 1. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി തേർഡ് ഇക്വേഷൻ -2 ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ബീറ്റ 1 പ്ലസ് ഗാമ 1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ മൈനസ് ഗാമ 1. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ എന്തോ വരും? ഞാൻ ഇനി സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി ആൽഫ 1 3 എന്ന് കിട്ടി. ആ ആൽഫ 1 3 എന്നുള്ള ഞാൻ സെക്കൻഡ് ഇക്വേഷനെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 5 ഈക്വൽ ടു 3 പ്ലസ് 2 ബീറ്റ 1 പ്ലസ് ഗാമ 1 എന്ന് കിട്ടും. ഈ 5 3 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 5 - 3 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു 2 ബീറ്റ 1 പ്ലസ് 2 ഗാമ 1. എല്ലാത്തിലും 2 അല്ലേ, കോമൺ ആയിട്ട് എല്ലാത്തിനും 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് ഗാമ 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബീറ്റ 1നെ എന്തോ ബീറ്റ 1 ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. ബീറ്റ 1 ഈക്വൽ ടു 1 മൈനസ് ഗാമ 1 എന്ന് എഴുതിക്കൂടാ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 3 എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 3ൽ -2 ഈക്വൽ ടു ആൽഫ 1 പ്ലസ് 3 ബീറ്റ 1 പ്ലസ് മൈനസ് ഗാമ 1. അപ്പോൾ ആൽഫ 1ന് പകരം ഞാൻ 3 കൊടുക്കുന്നു. അപ്പം 3 കൊടുക്കുന്നു പ്ലസ് 3 ബീറ്റ 1 മൈനസ് ഗാമ 1 അതുപോലെ എഴുതി. ആ 3 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴാണ് -2 -3 ആവുന്നത്. അപ്പോൾ -5 ഈക്വൽ ടു 3 ബീറ്റ 1 പ്ലസ് ഗാമ 1. ഇങ്ങനെ ബീറ്റയും ഗാമയായിട്ട് കിടന്നാൽ നമുക്ക് ഇക്വേഷൻ കിട്ടത്തില്ല. സോ ബീറ്റയ്ക്ക് ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലായിരുന്നു. ബീറ്റ 1ന് 1 മൈനസ് ഗാമ 1 എല്ലാം ഗാമ 1ലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം -5 ഈക്വൽ ടു ബീറ്റ 1ന് പകരം 1 മൈനസ് ഗാമ 1 മൈനസ് ഗാമ 1 ഓപ്പൺ ചെയ്യുക. -5 ഈക്വൽ ടു 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 3 ഇൻറ്റു മൈനസ് ഗാമ 1 എന്ന് പറഞ്ഞാൽ -3 ഗാമ 1 മൈനസ് ഗാമ 1. ഓക്കെ, അപ്പോൾ -5 ഈക്വൽ ടു -3 ഗാമ 1 മൈനസ് ഗാമ 1 എന്ന് പറഞ്ഞാൽ -4 ഗാമ 1. ഓക്കെ, അപ്പം -5 ഈ 3 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -3 എന്ന് വരും അല്ലേ. -3 ഈക്വൽ ടു -4 ഗാമ 1. അപ്പം -3 -5 എന്ന് പറഞ്ഞത് -8 ഈക്വൽ ടു -4 ഗാമ 1. മൈനസും കട്ട് ചെയ്ത് കളയാം. അപ്പം ഗാമ 1 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പം നമുക്ക് എന്തോ കിട്ടി? അവിടുത്തെ കോർഡിനേറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ആൽഫ 1 ബീറ്റ 1 ഗാമ 1 ആയിരുന്നു അല്ലേ. ആൽഫ 1 ബീറ്റ 1 ഗാമ 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ആൽഫ 1 എന്ന് പറയുന്നത് 3 കിട്ടി. 3 ബീറ്റ 1 എന്ന് പറയുന്നത് ബീറ്റ 1 നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആൽഫയും ബീറ്റയും റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ബീറ്റ 1 എന്ന് പറഞ്ഞാൽ -1 എന്ന് കിട്ടും. ഗാമ 1 ഓൾറെഡി കണ്ടുപിടിച്ചു, 2 എന്ന് കിട്ടി. ഇതാണ് ആദ്യത്തെ കോർഡിനേറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 - 1 2 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ബേസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കോർഡിനേറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അതിനെയാണ് VB2 എന്ന് പറയുന്നത്. VB2 ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു 110 പ്ലസ് നമ്മുടെ അവിടുത്തെ സെറ്റ് B2 എന്ന് പറയുന്ന സെറ്റ് ഇതായിരുന്നു 110 1 - 10 0 0 1. അത് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുക. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. 3 5 -2 വരുന്ന അവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത് ഞാൻ ബേസിസിലെ സെറ്റിലെ V1 V2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നേരത്തെ പോലെ തന്നെ 3 ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 2, ബീറ്റ 2 ഉണ്ടെന്ന് പറഞ്ഞാൽ ബീറ്റ 2, ഗാമ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പം 3 ഈക്വൽ ടു ആൽഫ 2 പ്ലസ് ബീറ്റ 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ഇനി 5 ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആൽഫ 2, ബീറ്റ 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ മൈനസ് ബീറ്റ 2, ഗാമ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 5 ഈക്വൽ ടു ഗാമ 2 പ്ലസ് ബീറ്റ 2 എന്ന് കിട്ടി. തേർഡ് ഇക്വേഷൻ -2 ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ബീറ്റ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഗാമ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഗാമ 2. അപ്പം ഓൾറെഡി നമുക്ക് -2 ഈക്വൽ ടു എന്തോ കിട്ടി? ഗാമ 2 എന്ന് കിട്ടി. അപ്പം ഈ ഗാമ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇക്വേഷൻ നമ്പർ 1ൽ 2ൽ ഗാമ 2 ഇല്ല. അപ്പം അത് രണ്ടും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യേണ്ടത്. രണ്ടും ആൽഫ 2 ബീറ്റ 2ൻ്റെ ടേമിൽ കിടക്കുകയാണ്. അതാണ് ആ 2 ഇക്വേഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോൾ ബീറ്റ 2 കട്ട് ചെയ്ത് പോകും. അപ്പോൾ 2 ആൽഫ 2 ഈക്വൽ ടു 3 + 5 എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ടു 2 ആൽഫ 2 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4 ആൽഫ 2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഈ ആൽഫ 2 ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ബീറ്റ 2 കണ്ടുപിടിക്കുക. ബീറ്റ 2 എന്ന് പറഞ്ഞാൽ -1 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ബേസിസിനെ റിലേറ്റ് ചെയ്തിട്ട് വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൻ്റെ കോർഡിനേറ്റ് വെക്റ്റർ എന്തെന്ന് കിട്ടി? VB2 ഈക്വൽ ടു 4 - 1 -2 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് വെക്റ്റർ ബേസിസിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റ് വെക്റ്ററിൻ്റെ തേർഡ് പ്രോബ്ലമാണ്. ബി ഈക്വൽ ടു സെറ്റ് ബേസിസിൻ്റെ സെറ്റ് ഒരു പോളിനോമിയൽ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് വെക്റ്റർ ആയിട്ടായിരുന്നു തന്നിരുന്നത്.
ഇവിടെ പോളിനോമിയലായിട്ടാണ് തന്നിരിക്കുന്നത്. 1+t സ്ക്വയർ t+t² ഈസ് എ ബേസിസ് ഫോർ P2. P2ൻ്റെ ബേസിസ് സെറ്റാണ് തന്നിരിക്കുന്നത്. ദ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതെന്തുവാണ്? പോളിനോമിയൽ വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അതിൻ്റെ ബേസിസ് വന്നിരിക്കുന്നത്. വിത്ത് വി കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് വെക്റ്റർ, നേരത്തെ പോലെ തന്നെ കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് പി ഓഫ് ടി. അതും നമ്മുടെ ഒരു വെക്ടറിനെ ബേസ് ഒരു പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു കോർഡിനേറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റഡ് ടു ദ ബേസിസ് ബീനെ ബേസ് ചെയ്തിട്ട് ഒരു കോർഡിനേറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പീനെ ബേസ് ചെയ്തിട്ട് പി അല്ല ഇവിടുത്തെ വെക്റ്റർ നമുക്ക് പോളിനോമിയൽ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ V1 എന്ന് പറയുന്നത് 1+t യും V2 എന്ന് പറഞ്ഞാൽ 1+t²ഉം V3 എന്ന് പറഞ്ഞാൽ t+t²ആണ്. അപ്പോൾ ഞാൻ എഴുതി വെച്ചു. പി ഓഫ് ടി ഞാൻ എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കോർഡിനേറ്റ് വെക്ടറിനെ ആക്കാൻ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുന്നത്? പി ഓഫ് ടി നമ്മൾ നേരത്തെ V = ആൽഫ V1 ഗിവൺ വെക്ടർ ഏതിനെ വെക്ടറിനാണ് ബേസിസ് റിലേറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ആ വെക്ടർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു V1 പ്ലസ് ബീറ്റ ഇൻറ്റു V2 പ്ലസ് ഗാമ ഇൻറ്റു V3 ആണ് നമ്മളവിടെ ചെയ്തത്. ഇവിടെ നമുക്ക് പോളിനോമിയൽ രൂപത്തിലായതുകൊണ്ട് അതേപോലെ തന്നെ എഴുതാം. ഏതിനെ ബേസിസ് ആയിട്ടുള്ളത് പി ഓഫ് ടി അതുപോലെ എഴുതുക. ആൽഫ ഇൻറ്റു V1 പ്ലസ് ബീറ്റ ഇൻറ്റു V2 പ്ലസ് ഗാമ ഇൻറ്റു V3. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൽഫ ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ 1+t ആണ്, ബീറ്റ ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ 1+t² ആണ്, ഗാമ ഇൻറ്റു V3 എന്ന് പറഞ്ഞാൽ t+t² ആണ്. ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ്. റൈറ്റ് സൈഡ് മാത്രം ഞാൻ ചെയ്യുവാണ്. റൈറ്റ് സൈഡ് എന്ത് വരും? റൈറ്റ് സൈഡ് മാത്രം ഞാൻ ഇവിടെ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ആൽഫ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ആൽഫ ടി അല്ലേ, ആൽഫ ടി പ്ലസ് ബീറ്റ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ ബീറ്റ t², ശരിയല്ലേ? പ്ലസ് ഗാമ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഗാമ ടി പ്ലസ് ഗാമ ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ ഗാമ t². ലെഫ്റ്റ് സൈഡ് എന്തുകൊണ്ട്? 6 പ്ലസ് 3t പ്ലസ് ടി മൈനസ് ആണ്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് t² ഉണ്ട്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടിയുടെ കോയിഫിഷ്യൻസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യാം, t² കോയിഫിഷ്യൻസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റൻറ്റ് ലെഫ്റ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് ടേം വന്നിരിക്കുന്നത് 6 ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് ടേം വന്നിരിക്കുന്നത് ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്, അത് രണ്ടുമല്ലേ ഉള്ളൂ. സോ 6 = ആൽഫ പ്ലസ് ബീറ്റ. ഇനി ടിയുടെ കോയിഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്. 3 = ഇവിടെ റൈറ്റ് സൈഡ് ടിയുടെ കോയിഫിഷ്യൻസ് എഴുതുക. ടിയുടെ കോയിഫിഷ്യൻസ് ആരൊക്കെയാണ്? ആൽഫയുണ്ട്, ഇവിടെ ഗാമയുണ്ട്. അപ്പം ആൽഫ പ്ലസ് ഗാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡ് t² കോയിഫിഷ്യൻറ്റ് -1 ആണ്. -1 = റൈറ്റ് സൈഡ് t² കോയിഫിഷ്യൻറ്റ് ബീറ്റയും ഗാമയുമാണ്, പ്ലസ് ഗാമയുമാണ്. അപ്പം സോ ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ ഇക്വേഷൻ എഴുതും. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം 3ഉം കിട്ടി. ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ആഡ് ചെയ്യുമ്പോൾ 6 + 3 - 1 എന്ന് പറഞ്ഞ് 8 ആണ്. റൈറ്റ് സൈഡിൽ എല്ലാം ആഡ് ചെയ്യുമ്പം ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ആൽഫ അവിടെ ഞാൻ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതാം. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്ത് 8 എഴുതിയത് മനസ്സിലായല്ലോ. റൈറ്റ് സൈഡ് അപ്പം 8 = റൈറ്റ് സൈഡിൽ ആൽഫ പ്ലസ് ബീറ്റ ഫസ്റ്റ് കഴിഞ്ഞു പ്ലസ് ഗാമ ആൽഫ പ്ലസ് ഗാമ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഓക്കെ, അപ്പോൾ ആൽഫ ഇവിടെ 2 ടൈം ഉണ്ട്. സോ 2 × ആൽഫ, ബീറ്റയും 2 ടൈം ഉണ്ട്. അപ്പോൾ 2 × ബീറ്റ പ്ലസ് ഗാമയും 2 തവണയുണ്ട്. അപ്പോൾ 2 ഗാമ, 2 കോമൺ എടുത്താണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 8 2 അപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് ഗാമ കണ്ടുപിടിച്ചൂടെ? ഗാമ എങ്ങനെ കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 പ്രകാരം ഉണ്ട്. അപ്പോൾ ഗാമ = എന്ത് കിട്ടും? 4. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 6 ആണ്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ -6, ആൽഫ = -2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗാമ = -2 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -1 = ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞാൽ -2 അല്ലേ. ബീറ്റ = എന്ത് കിട്ടും? -1 -2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +2. അപ്പോൾ എന്തെന്ന് കിട്ടും? ബീറ്റ 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ആൽഫയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് വെക്ടർ എന്ത് കിട്ടും? ആൽഫ ബീറ്റ ഗാമയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടി, ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി, ഗാമ എന്ന് പറയുന്നത് -2 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ടും അല്ല നമ്മൾ വെക്ടർ സ്പേസിനെ ബേസ് ചെയ്തിട്ടും ബേസിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ.